വെരി ഗുഡ് മോർണിംഗ്. താങ്ക് യു ഫോർ കമ്മിങ്. നിങ്ങൾ എല്ലാവരെ പോലെ നമ്മളും നല്ല ഒരു ഹാപ്പിനെസ്സിലാണ്. കാരണം പറയാലോ, ഒരു പ്രസ്റ്റീജിയസ് ടൂർണമെന്റ് ലൈക്ക് രഞ്ജി ട്രോഫി അതിന്റെ ഒരു ടോപ്പ് ടൂവിൽ എത്തുക ഒട്ടും നിസ്സാരമായ ഒരു കാര്യമല്ല. നമ്മൾ അത്രയും ഹാർഡ് വർക്കിലൂടെയാണ് നമ്മൾ ഈ ഒരു പോസ്റ്റിൽ എത്തിയത്. യെസ്, നമുക്ക് എല്ലാവരും ആഗ്രഹം പോലെ നമുക്ക് ആ ഒരു ചാമ്പ്യൻഷിപ്പ് നേടാനുള്ള നമുക്ക് ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഒരു ബാഡ് ലക്ക് അല്ലെങ്കിൽ അൺഫോർച്ചുനേറ്റ് പോലെ നമുക്കത് ഈ ഒരു തവണ നമുക്ക് നേടാൻ സാധിച്ചില്ല. സ്റ്റിൽ നമ്മൾ ഈ ഒരു റണ്ണറപ്പ് ആയാലും വി ആർ വെരി ഹാപ്പി. നമ്മൾ അറിയാലോ, നമ്മള് ആ ഒരു ഇതൊരു ജേർണിയാണ്. അപ്പൊ ആ ഒരു ഞാൻ കേരള ടീമിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം 15 ഇയേഴ്സ് ആയി. 2009 ഞാൻ ഡെബ്യൂ ചെയ്തത്. അപ്പൊ അന്ന് തൊട്ട് നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു പിന്നെ ഡൊമസ്റ്റിക് കപ്പ്. അപ്പോൾ അത് എനിക്ക് ഒരു 15 ഇയേഴ്സ് എടുത്തു ആ ഒരു ഫൈനലിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു സ്റ്റാർട്ടായിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത്, നമ്മുടെ കേരള ടീമും കേരള ക്രിക്കറ്റ് അസോസിയേഷനും. അപ്പം നമ്മുടെ ടാലൻസ് ഇപ്പം എല്ലാവരും കണ്ടതാണ്. നമ്മുടെ ഇന്ത്യയിലെ ഏത് ടീമിനെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു കഴിവ് നമ്മുടെ കേരള ടീമിലുണ്ടെന്ന് നമ്മൾ ഇന്ത്യൻ സെലക്ടേഴ്സിന്റെ അടുത്തും അല്ലെങ്കിൽ എല്ലാ ഡൊമസ്റ്റിക് ടീമിന്റെ അടുത്തും നമ്മൾ കാണിച്ചു കൊടുത്തു. അപ്പൊ ഇനി വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ ഈ കമ്മിങ് സീസണിൽ തന്നെ നമ്മൾ നല്ല പ്രകടനം കാഴ്ചവെച്ച് നമുക്ക് ഒരു സ്റ്റെപ്പ് ഹയർ. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഫസ്റ്റ് ക്വാർട്ടർ ഫൈനൽ കളിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഇനി നെക്സ്റ്റ് ടൈം ഒരു സ്റ്റെപ്പ് ഹയർ പോകണം എന്നുള്ള കാര്യം. നമ്മൾ സെമി ഫൈനൽ കളിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, അടുത്ത ഒരു ലക്ഷ്യത്തിന് ഒരു സ്റ്റെപ്പ് ഹയർ പോകണം എന്നുള്ള കാര്യം. അപ്പൊ ഞാൻ ഇപ്പോഴും അത് തന്നെ പറയുകയാണ്, നമ്മൾ എത്തുമ്പോൾ ഒരു സ്റ്റെപ്പ് ഹയർ പോയി നമ്മുടെ എല്ലാവരുടെയും ആ സ്വപ്നമായ ഒരു ചാമ്പ്യൻഷിപ്പ് കേരളത്തിന് കൊണ്ടുവരാൻ തന്നെയാണ് ആസ് എ ക്യാപ്റ്റൻ. പ്ലേയേഴ്സ് ആണ് മിസ് ഔട്ട് ആയത്. ബാബ പ്രജിത്ത്, നമുക്ക് സഞ്ജു ഇഞ്ചേർഡ് ആയി. അപ്പൊ ആ 2 പ്ലേയേഴ്സ് ഇല്ലാതെയാണ് നമ്മൾ ഇത്രയും ഒരു പൊസിഷനിൽ എത്തിയത്. അപ്പൊ ശരിക്കും നമ്മളത് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ബാബ അപർജിത്തിന്റെ ഒരു എക്സ്പീരിയൻസ്, കാരണം അത്രയും രഞ്ജി ട്രോഫി മത്സരം കളിച്ച് തമിഴ്നാട് കളിച്ചൊരു പ്ലെയർ ആണ്. പ്ലസ് ഡീസൻ ഒരു ഓൾറൗണ്ടർ കൂടെയാണ്. അപ്പം ബാറ്റിംഗിലും ബോളിംഗിലും അദ്ദേഹത്തിന്റെ നമ്മൾ ഫസ്റ്റ് മാച്ച് തന്നെ കണ്ടതാണ് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്. നമ്മൾ ആ ഒരു മധ്യപ്രദേശ് മാച്ച് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ കാല് വൈകിട്ട് പോലും നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് നമുക്ക് അവിടെ നിന്ന് ആ ഒരു 3 പോയിന്റ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പ്ലെയർ ശരിക്കും നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്നും എല്ലാം ഒരു നമ്മളൊരു ബാഡ് ലക്ക് അവിടെയും പറയാൻ പറ്റില്ല. പ്ലസ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇമ്രാനും നമ്മുടെ വരുൺകാരനൊക്കെ നമുക്കിപ്പം ലോകം ഫുള്ള് കാണാൻ സാധിച്ചത്. കാരണം അവരെല്ലാം ഭയങ്കര ടാലന്റുള്ള പ്ലേയേഴ്സ് ആണ്. അപ്പൊ ഇമ്രാൻ, ഈ ഷോൺ, ഏതൻ മാത്രമല്ല, ഇനിയും നമുക്ക് അതിൽ കുറെ പ്ലേയേഴ്സ് ഉണ്ട്. അണ്ടർ 23 കളിക്കുന്നത്, മണ്ണ് കളിക്കുന്ന പ്ലേയേഴ്സ് നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പം അതൊക്കെ നമ്മള് അവരുടെയൊക്കെ ഇമ്രാന്റെ ഒരു ടാലന്റ് നമ്മൾ കണ്ടത്, ഏഡൻ ആപ്പിളിന്റെ ടാലന്റ് കണ്ടത് എല്ലാം നമ്മൾ ഈ ഒരു കേരള ക്രിക്കറ്റ് ലീഗ് എന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ വെച്ചാണ് നമ്മൾ കണ്ടത്. അപ്പം ആ ഒരു ഇതിലും നമ്മള് ഏത് ടീമിൽ കളിക്കുമ്പോഴാണെങ്കിലും അവരുടെയൊക്കെ ഒരു ബാറ്റിംഗ് ബോളിംഗ് കാണുമ്പോഴത്തേക്കും യെസ്, അവരും നമ്മുടെ ഒരു വലിയ സീനിയർ ടീമിൽ കളിക്കാൻ റെഡിയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് അറിയാൻ പറ്റി. ഏഡൻ ആണെങ്കിലും ഒരു 2 വർഷം മുന്നേ രഞ്ജി ട്രോഫിയിൽ നമ്മൾ ഡെബ്യൂ ചെയ്തൊരു പ്ലെയർ ആണ്. ഡെബ്യൂവിൽ തന്നെ ഒരു 5 വിക്കറ്റ് നേടിയൊരു പ്ലെയർ ആണ്. നമുക്കറിയാം, ഇപ്പൊ കേരളത്തിൽ നിന്ന് നമ്മളിപ്പം IPL കളിച്ച വിഷ്ണു, വിനോദ്, സഞ്ജു, ഞാൻ, ബേസിക് തമ്പി, ഇങ്ങനെ 4 കുറച്ച് പ്ലേയേഴ്സിനെ നമുക്ക് അറിയുന്നുള്ളൂ. പക്ഷെ നമ്മളിപ്പോ ഒരു കേരള ക്രിക്കറ്റ് ലീഗ് വന്നപ്പോഴത്തേക്കും നമ്മുടെ പ്ലേയേഴ്സ് ഇപ്പൊ നമ്മള് പുറത്ത് കളിക്കാൻ പോയി. നമ്മളിപ്പോ കൊൽക്കട്ടയിൽ പോയപ്പോഴത്തേക്കും അവിടുത്തെ ലോക്കൽ ആൾക്കാർ നമ്മുടെ ഫൈനലില് നമ്മുടെ മാച്ച് ജയിച്ചപ്പോഴുള്ള അവർ പറഞ്ഞു, ഓക്കെ ഭയ്യ യു പ്ലേഡ് റിയലി വെൽ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ വരെ നമ്മുടെ ഒരു റീച്ച് എത്തുകയാണ്. അത്രയും നമുക്ക് ആ ഒരു പ്ലേയേഴ്സിന്റെ എക്സ്പോഷർ കിട്ടുമ്പോഴത്തേക്കും അവരും ആലോചിക്കും, ഓക്കെ ഏഡൻ ആപ്പിൾട്ടും ഇങ്ങനെയാണ് അറിയുന്നത്,